ക്യാൻസർ എന്ന മഹാരോഗത്തോട് പൊരുതുന്ന ആയിരക്കണക്കിന് രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസ വാർത്തയുമായി ഇന്ത്യൻ റെയിൽവേ. ദൂരദിക്കുകളിൽ പോയി പതിവായി ചികിത്സ തേടേണ്ടി വരുന്ന ക്യാൻസർ രോഗികൾക്ക് സമയബന്ധിതമായി കംഫർട്ട് ടിക്കറ്റ് ഉറപ്പാക്കാൻ പ്രത്യേക അടിയന്തര ക്വാട്ടയും ടിക്കറ്റ് ഇളവുകളും റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കുന്നു. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകൾ മൂലം ചികിത്സ വൈകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്ന കാരുണ്യപൂർവമായ പദ്ധതിയാണ് റെയിൽവേ വിഭാവനം ചെയ്യുന്നത്. ഹൃദയവിശാലതയുള്ള, ഹൃദയത്തിൽ നൈർമല്യമുള്ള, അങ്ങേയറ്റം സ്നേഹം ഈ പൗരന്മാരോടുള്ള ഭരണാധികാരിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. ഹാറ്റ്സ് ഓഫ് അശ്വിനി വൈഷ്ണവ്. വാർത്തയിലേക്ക്. ക്യാൻസർ ബാധിതർക്ക് കൃത്യസമയത്ത് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നത് ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടമാണ്. എന്നാൽ പ്രധാന നഗരങ്ങളിലെ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്ക് യാത്ര ചെയ്യാൻ കൺഫേം ചെയ്ത ടിക്കറ്റ് ലഭിക്കാതെ ആയിരക്കണക്കിന് രോഗികളാണ് പ്രതിദിനം ദുരിതത്തിലാവുന്നത്. ഈ വലിയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ക്യാൻസർ രോഗികൾക്കായി എമർജൻസി കോട്ടയും നിരക്കിളവും കൂടുതൽ ലളിതമാക്കിയത്. പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളിലും 12 ബർത്തുകൾ വരെയാണ് ക്യാൻസർ രോഗികൾക്കും അവരെ പരിചരിക്കുന്ന കൂട്ടാളിക്കുമായി എമർജൻസി കോട്ട വഴി നീക്കിവെച്ചിരിക്കുന്നത്. സ്ലീപ്പർ, തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് ക്ലാസ്, AC ചെയർ കാർ എന്നീ വിഭാഗങ്ങളിലെല്ലാം ഈ മുൻഗണന ലഭ്യമാണ്. അംഗീകൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുമായി അടുത്തുള്ള EQ കൺട്രോളിംഗ് ഓഫീസറെയോ PRS കൗണ്ടറിനെയോ സമീപിച്ചാൽ ഉയർന്ന മുൻഗണനയോടുകൂടി ടിക്കറ്റ് കൺഫേം ചെയ്ത് നൽകും. മുൻഗണനാ ടിക്കറ്റിന് പുറമെ വൻതോതിലുള്ള ടിക്കറ്റ് ഇളവുകളും റെയിൽവേ നൽകുന്നുണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലും തേർഡ് ACയിലും രോഗികൾക്ക് ടിക്കറ്റ് നിരക്കിൽ 100% ഇളവുണ്ട്. മറ്റ് AC ക്ലാസുകളിൽ 50 മുതൽ 75% വരെ ഇളവ് ലഭിക്കും. രോഗികൾക്കൊപ്പം യാത്ര ചെയ്യുന്ന കൂടെയുള്ളവർക്ക് 75% വരെ ഇളവും റെയിൽവേ ഉറപ്പു നൽകുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ഈ പദ്ധതി വലിയൊരു അനുഗ്രഹമാണ്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം പൗരന്മാരുടെ ക്ഷേമത്തിനും അടിയന്തര ആരോഗ്യ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഭാരതീയ റെയിൽവേയുടെ ഈ കാരുണ്യ സ്പർശം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് പ്രതീക്ഷയേകുന്നത്. ജനം, ഡൽഹി.